കൊടുംവേനലിൽ വെന്തുരുകി കേരളം. പാലക്കാട്, തൃശൂർ, കൊല്ലം ജില്ലകളിൽ ഉഷ്ണതരംഗം തുടരും. താപനില ഇനിയും ഉയരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ വിലയിരുത്തൽ. പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ഉച്ചയ്ക്ക് 12 മണി മുതൽ 3 മണി വരെ തുറസായ സ്ഥലങ്ങളിൽ ജോലി പാടില്ലെന്ന് നിർദ്ദേശമുണ്ടെങ്കിലും പാലിക്കപ്പെടുന്നില്ലെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. വിശദാംശങ്ങളുമായി അല്ലമീൻ, ഷിജിത്ത്, കെ അഭിലാഷ്, ഇക്ബാൽ അറക്കൽ എന്നിവർ ചേരുന്നു. ആദ്യം അല്ലമീനിലേക്ക്. അല്ലമീൻ, കഴിഞ്ഞ ദിവസം അല്ലമീൻ റോഡ് പണി നടക്കുന്നിടത്ത് പോയിരുന്നു. അവിടെ 12 മണിക്ക് ശേഷം പണി നടക്കുന്നുണ്ടോ എന്നുള്ളത് പോലും പരിശോധിക്കണമെന്ന് പറഞ്ഞിരുന്നു. ധൃതി പിടിച്ച പണിയാണ് നടക്കുന്നത്, അതുകൊണ്ട് ചിലപ്പോൾ ഇത്തരം വ്യവസ്ഥകളൊക്കെ പാലിക്കപ്പെടുന്നില്ല എന്ന് വരാം. പൊതുവെ എന്താണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്? എങ്ങനെയാണ് ചൂട് പുരോഗമിക്കുന്നത്? എന്ത് പരിഹാര മാർഗങ്ങളാണ് നിർദ്ദേശിക്കാനുള്ളത്? നികേഷ്, സംസ്ഥാനത്ത് ഇനിയുള്ള ദിവസങ്ങളിലും അതികഠിനമായ ചൂട് തുടരും എന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. ഏറ്റവും ഒടുവിൽ വന്ന അറിയിപ്പ് പ്രകാരം പാലക്കാട്, തൃശൂർ, കൊല്ലം ജില്ലകളിൽ ഉഷ്ണതരംഗം തുടരുമെന്നുള്ളതാണ്. 24 മണിക്കൂർ കൂടി ഇതേ നില തുടരുമെന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. ഇന്നലെ ആലപ്പുഴയിലും കോഴിക്കോടും ഉഷ്ണതരംഗ സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ ഏറ്റവും ഒടുവിൽ അറിയിപ്പ് പ്രകാരം കോഴിക്കോടും ആലപ്പുഴയും അത് ഒഴിവായിട്ടുണ്ട്. പകരം പാലക്കാട്, തൃശൂർ, കൊല്ലം ജില്ലകളിൽ അതികഠിനമായ ചൂട് തുടരും. മറ്റു ജില്ലകളിലും, സംസ്ഥാനത്തെ മറ്റു ജില്ലകളിലും സമാനമായിരിക്കും സാഹചര്യം എന്നുള്ളത് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. ഇനിയുള്ള വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് ഏതാണ്ട് എല്ലായിടങ്ങളിലും ചുട്ടുപൊള്ളും. അതിന്റെ താപനില സാധാരണയേക്കാൾ എത്രത്തോളം ഉയരുമെന്നുള്ളത് ഏറ്റവും ഒടുവിലത്തെ അപ്ഡേറ്റ് ആണ് ഇപ്പോൾ വന്നത്. ആ കൃത്യമായ കണക്ക് അല്പസമയം കൂടി വരുമ്പോൾ പുറത്തേക്ക് വരികയും ചെയ്യും. അതോടൊപ്പം തന്നെ ഈ ജോലിയുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള ഈ അത്യുഷ്ടം തുടരുന്നൊരു സാഹചര്യത്തിൽ, ചൂട് കനക്കുന്നൊരു സാഹചര്യത്തിൽ വലിയ തരത്തിലുള്ള നിയന്ത്രണങ്ങളും നിർദ്ദേശങ്ങളും തൊഴിൽ വകുപ്പും ആരോഗ്യ വകുപ്പും ഒക്കെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ഈ കത്തിക്കാളുന്ന സമയത്ത് രാത്രി ഉച്ചയ്ക്ക് 12 മണി മുതൽ വൈകിട്ട് 3 മണി വരെ തുറസായ സ്ഥലങ്ങളിൽ പണിയെടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഉച്ചയ്ക്ക് മാത്രമല്ല പകലും സമാനമായ സാഹചര്യം തന്നെയാണ്. പക്ഷേ ഉച്ചയ്ക്ക് നിർബന്ധിത അവധിയും വിശ്രമവും തൊഴിലാളികൾക്ക്, ജീവനക്കാർക്ക് നൽകണമെന്നുള്ളതായിരുന്നു തൊഴിൽ വകുപ്പ് മന്ത്രിയുടെ കഴിഞ്ഞ ദിവസത്തെ ഉത്തരവ്. ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോഴും അദ്ദേഹം അത് ആവർത്തിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഏതെങ്കിലും തൊഴിൽ സ്ഥാപനങ്ങൾ ആ വ്യവസ്ഥകൾ ലംഘിച്ചാൽ, ആ നിർദ്ദേശം ലംഘിച്ചാൽ കർശന നടപടിയുണ്ടാകുമെന്ന് മുന്നറിയിപ്പുണ്ടായിരുന്നു. ഇത് മാത്രമല്ല തൊഴിലിടങ്ങൾ കേന്ദ്രീകരിച്ച് വ്യാപകമായി പരിശോധന നടത്താൻ ലേബർ ഓഫീസർമാർക്ക് നിർദ്ദേശവും നൽകിയിരുന്നു തൊഴിൽ മന്ത്രി. പക്ഷേ എന്നിട്ടും ഈ തിരുവനന്തപുരത്ത് സ്മാർട്ട് റോഡ് പണിയുമായി ബന്ധപ്പെട്ട്, അതോടൊപ്പം തന്നെ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട തൊഴിലാളികൾക്ക് ഈ വിശ്രമം എന്നുള്ളത്, അവർക്ക് ഈ നിർബന്ധിത വിശ്രമം എന്നുള്ളത് അവർക്ക് ബാധകമല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് മാറിയിട്ടുണ്ട്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് അല്ലമീൻ. കെ അഭിലാഷ് ഇപ്പോൾ കോഴിക്കോട് നിന്ന്. കെ അഭിലാഷ്, കോഴിക്കോട് സ്ഥിതി എന്താണ്? അതികഠിനമായ ചൂട് മലബാറിൽ ആകെയുണ്ട്. നികേഷ്, തീർച്ചയായിട്ടും അതികഠിനമായ ചൂടാണ്. അതോടൊപ്പം തന്നെ ഹ്യൂമിഡിറ്റി ഉയർന്നു നിൽക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് അനുഭവപ്പെടുന്ന ചൂടിൻ്റെ അളവ് വളരെ ഉയർന്നു നിൽക്കുന്നു. ഇന്നലെ 37 ഡിഗ്രിയോളം ചൂടുള്ളപ്പോൾ ഈ ഹ്യൂമിഡിറ്റി കൂടി ഉള്ളപ്പോൾ 44-45 ഡിഗ്രി വരെ അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അതിൻ്റെ തുടർച്ച തന്നെയാണ് ഇന്ന് നമുക്ക് ഇപ്പോൾ അനുഭവിക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ ഞാൻ കോഴിക്കോട് ബീച്ചിലാണുള്ളത്. സാധാരണഗതിയിൽ ഇവിടെ രാവിലെ മുതലൊക്കെ വലിയ തരത്തിൽ ആൾക്കൂട്ടം വരുന്നതാണ്. പ്രത്യേകിച്ച് ഒഴിവ് കാലമായതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ വരുന്നതാണ്. പക്ഷേ നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങൾ തന്നെ വ്യക്തമായി കാണാൻ കഴിയുന്നത് ആളുകൾ വളരെ തുലോം കുറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ശുചീകരണ തൊഴിലാളികൾ മാത്രമാണ് ഇപ്പോൾ ഈ ബീച്ചിലുള്ളത്. അവർ നിർബന്ധിതമായി തന്നെ ഇത് ശുചീകരിക്കേണ്ടത് കൊണ്ട് മാത്രമാണ് അവർ വരുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അവർ തന്നെ വിശേഷ തരത്തിലുള്ള ഡ്രസ്സുകളൊക്കെ ധരിച്ചുകൊണ്ട്, ചൂടിനെ പ്രതിരോധിക്കാവുന്ന തരത്തിലുള്ള ഡ്രസ്സുകൾ ധരിച്ചുകൊണ്ടാണ് അവർ ഈ പണിയിലേക്ക് വരുന്നത്. 12 മണി മുതൽ 3 മണി വരെ ചില നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനു മുമ്പ് തന്നെ ഈ ജോലികൾ തീർത്ത് പോകേണ്ടതുണ്ട് എന്നാണ് അവർ പറയുന്നത്. ഏതായാലും അവരിലേക്ക് തന്നെ നമുക്ക് വരാമെന്ന് തോന്നുന്നു. ചേച്ചി, എങ്ങനെയുണ്ട് ചൂട്? നല്ല ചൂടാ, സഹിക്കാൻ കഴിയുന്നില്ല, ഭയങ്കര ചൂടാ. അതുകൊണ്ടാണ് ഈ ഡ്രസ്സൊക്കെ ധരിച്ച് ഇത്തരത്തിലുള്ള തൊപ്പിയൊക്കെ അതുകൊണ്ടാണ് ഈ തൊപ്പിയൊക്കെ വെക്കുന്നത്. ഇവിടെ എത്ര തൊഴിലാളികളുണ്ട്? ഇവിടെ 16. എന്തുകൊണ്ടാണ് ഇവിടെ ആളുകളൊന്നും ധാരാളമായി വരാത്തത്? ചൂട് കൊണ്ട് തന്നെയാണ്? ഇപ്പോഴത്തെ ചൂട് കാരണമാണ് വരാത്തത്. വൈകുന്നേരങ്ങളിൽ ആളുകളുണ്ടോ? ഉണ്ട്. രാവിലെ ഉച്ച സമയത്ത് തീരെ ആളുകളുണ്ട്? ആള് കുറവാണ്. 2 ദിവസമായിട്ട് ഇപ്പോൾ കുറവാണ്. നല്ല ചൂടാണ് കാരണം. വേറെ ഒന്നും. എങ്ങനെയാണ് ചൂടിനെ അതിജീവിക്കുന്നത് ഓരോ ഘട്ടത്തിൽ? എങ്ങനെയാണെന്നറിയില്ല, ഇങ്ങനെ പോവാ, വെള്ളം കുടിച്ചൊക്കെ ആയിട്ട് പോവാ. ഭയങ്കര മേലൊക്കെ ചൂട് കുരുക്കെ പൊന്തിക്കുന്നല്ലോ. തീർച്ചയായും 12 മണി മുതൽ 3 മണി വരെയുള്ള സമയം അവർക്ക് വിശ്രമമാണ്. ആ വിശ്രമം പൂർണ്ണമായും വിശ്രമ സമയം അവർക്ക് പൂർണ്ണമായും വിട്ടുകൊടുക്കണം എന്നുള്ളതാണ് സംസ്ഥാന ഭരണകൂടത്തിൻ്റെ നിർദ്ദേശം. അത് പാലിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളത് പൊതുജനങ്ങളും വീക്ഷിക്കേണ്ടതാണ്.